നമ്മുടെ പ്ലാനിങ് എല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു. അല്ല മോളെവിടെ? ദേ ഇനി വേണം നമ്മൾ അവളെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ. വാ. നിങ്ങൾ പോയില്ലേ? മോളെ, നിന്റെ ആന്റി ഞങ്ങളെ വീട്ടിലേക്ക് കേറിക്കോളാൻ പറഞ്ഞു. ആന്റിയോ? എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എന്നാ നീ വിശ്വസിച്ചോ? എത്രയ്ക്കായാലും സ്വന്തം രക്തത്തെ പുറന്തള്ളാൻ പറ്റത്തില്ലല്ലോ. എന്താ അച്ഛന്റെ അമ്മയുടെ ഉദ്ദേശം? എന്തുദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. ഇനിയുള്ള കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളോടൊപ്പം തന്നെ ജീവിക്കണം. എന്താ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയാമേ, എന്തായാലും നല്ല ചിന്തയോടെയല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന്. മോളെ, നമ്മൾ 3 പേരും നല്ല ഉദ്ദേശത്തോടല്ലല്ലോ ഇവിടെ വന്നത്. നീ അത്രയ്ക്ക് നല്ല പിള്ളയൊന്നും ആവണ്ട. അതെ മോളെ, നീ ഇപ്പോഴും ഏതോ സ്വപ്ന ലോകത്ത് തന്നെ ജീവിക്കുന്നത്. പക്ഷേ നീ കാണുന്നതല്ല ജീവിതം എന്ന് നീ മനസ്സിലാക്കിയോ? എടി, ഭാവന ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി നിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. നീ കാണിച്ചത് അബദ്ധമാണെന്ന് ഇനിയാണ് നീ മനസ്സിലാക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തില് ഇന്നും എനിക്ക് അബദ്ധങ്ങളല്ലേ പറ്റിയിട്ടുള്ളൂ. ഇവിടെ ഞാനാ തെറ്റുകാരി. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടോളാം. നിനക്ക് ഇത്രയ്ക്ക് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നല്ലോ മോളെ. ജീവിതം കുറെ കണ്ടതാ ഈ അച്ഛനും അമ്മയും. അതുകൊണ്ടാ നിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്. പക്ഷെ നിനക്ക് യാതൊരു വിഷമവും ഇല്ല. എന്തായാലും ഞാൻ ഇറങ്ങിപ്പോയില്ലേ, ഇനി കര കാണാതെ പിന്മാറാൻ പറ്റില്ലല്ലോ. പക്ഷേ നീ ഒരു കാര്യം എപ്പോഴും ഓർത്തു, ഭാവനയോട് ഈ കുടുംബത്തിനൊരു അനന്തരാവകാശം ഉണ്ടായാൽ പിന്നെ നിനക്കും നീ പ്രസവിക്കുന്ന കുഞ്ഞിനും വെറും കറിവേപ്പിലയുടെ സ്ഥാനമാണ് ഉണ്ടാകാൻ പോകുന്നത്.